ഇതിൽ പറയുന്നത് രാഷ്ട്രീയമായി ഇതിനെ നേരിടുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിലേക്കൊക്കെ ഒരു അന്വേഷണം രാഷ്ട്രീയപരമായി നേരിട്ട ഒരു 26 പേര് 73 ദിവസം ജയിലിൽ കിടന്നായിരുന്നു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് എന്താ രാഷ്ട്രീയം? ഈ മോഷണത്തിനും കൊള്ളയ്ക്കും കൂട്ടു നിൽക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറ്റേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയല്ലല്ലോ അവർ പത്രക്കുറിപ്പല്ലേ ഇറക്കിയത്. ഇപ്പോൾ രഹസ്യമായി നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചോർത്തി തന്ന വാർത്തയൊന്നും അല്ലല്ലോ. അവരുടെ കയ്യിൽ വളരെ കൃത്യമായ രേഖകളില്ലാതെ ഞാൻ മാധ്യമങ്ങളിൽ നിന്നാണ് അവരുടെ ലോകസഹിതമുള്ള അവരുടെ ലെറ്റർ പാഡിൽ ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ അസത്യമായ കാര്യങ്ങൾ പരാതിക്കാരനായ BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അവർ ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പ് ഇറക്കിയത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായി റിയാസിൻ്റെയും നമുക്കറിയാം കോഴിക്കോട് മാധ്യമപ്രവർത്തകർ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കോഴിക്കോട് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കോഴിക്കോട്ട് വലിയൊരു ലോബി തന്നെയുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാനെന്നുള്ളതാണ്. അല്ല ഈ ഇത്തരം റിയാസുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ അവിടെ വലിയ സമ്പന്നന്മാരായി മാറി എന്നുള്ള വാർത്തയാണ് മാധ്യമപ്രവർത്തകരിൽ നിന്നും എടുത്തത്. അത് ഇപ്പം റെയ്ഡിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സമ്പന്നന്മാരായവരാണെന്നാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. മാധ്യമപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിയാൻ കഴിയും. മാത്രമല്ല ഇന്നലെ റിയാസ് എന്താ പറഞ്ഞ് പെട്ടെന്ന് രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇത് രാഷ്ട്രീയമാണ്. മുഹമ്മദ് റിയാസിന് എതിരെയുള്ള ആരോപണം എന്ന നിലയിലല്ല ഈ ആളുകൾ റെയ്ഡ് ചെയ്യപ്പെട്ടതാണോ? അല്ലല്ലോ. വീണയുടെ ഡയറിയിൽ നിന്നും ട്രാൻസാക്ഷൻ നടന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇവർ റെയ്ഡ് വന്നത്. അപ്പോൾ റിയാസുമായി ബന്ധപ്പെട്ടല്ല റെയ്ഡ് വന്നത്. ഇവർ റിയാസിൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ളത് പിന്നീട് മാധ്യമങ്ങളിൽ നിന്നും അല്ലാതെയും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. പക്ഷേ റെയ്ഡ് നടന്നത് വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിലാണ്. അപ്പോൾ അതിന് റിയാസിന് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമാകേണ്ടതും റിയാസിനെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുമാണ്.